അടുത്ത് നമ്മൾ പഠിക്കുന്നത് എർത്ത് മാഗ്നറ്റിസ് ആണ്. നമുക്കറിയാം എർത്ത് എന്ന് പറയുന്നത് വലിയൊരു മാഗ്നറ്റ് ആണ്. അപ്പോൾ ആ എർത്തിന്റെ മാഗ്നറ്റിസത്തിന്റെ പല പാരാമീറ്ററുകളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എർത്തിന്റെ ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു എർത്തിന്റെ ഒരു ഗ്ലോബാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എർത്തിന്റെ മാഗ്നറ്റിസം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലോബ് വെച്ച് പഠിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും, മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്ലോബ് കാണിച്ചിരിക്കുന്നത്. ആ ഗ്ലോബിന്റെ റൊട്ടേഷൻ കാണിക്കുകയാണ്. ഈ ഗ്ലോബ് തിരിയുന്നത് നമ്മൾ ഒരു ആക്സിസ് കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു ആക്സിസിന് ബേസ് ചെയ്തിട്ടാണ് തിരിയുന്നതെങ്കിൽ വിചാരിക്കുക. നമുക്ക് അടുത്തത് എർത്തിന്റെ മാഗ്നറ്റ് എങ്ങനെ കിടക്കണം നോക്കുക. അപ്പോൾ എർത്തിന്റെ മാഗ്നറ്റ് കിടക്കുന്നതാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു മാഗ്നറ്റ് കിടക്കുന്നതാണ് അവർ കാണിക്കുന്നത്. ഈ മാഗ്നറ്റിന്റെ ഈ സൈഡ് ഇതിപ്പോൾ നമ്മൾ നോക്കിയറിയാൻ പറ്റും. ഇത് നോർത്ത് സൈഡാണെന്ന് നിങ്ങൾക്കറിയാം. ഇത് നോർത്തും ഇത് സൗത്താണ്. ഒരു ഗ്ലോബിന്റെ കേസിൽ നോർത്ത് സൗത്ത് ഉണ്ട്. മുകൾ ഭാഗം നോർത്തും അടിഭാഗം എന്താണ് സൗത്താണ്. ഈ മാഗ്നറ്റിന്റെ ഈ ഭാഗത്തെ പോളി നമ്മൾ സൗത്ത് പോൾ എന്ന് പറയും. അതിന് കാണിക്കുന്ന സിമ്പല് SM എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. കാരണം അത് മാഗ്നറ്റാണ്, മാഗ്നറ്റിന്റെ സൗത്ത് പോളാണ്. ഇവിടെ ഇതേപോലെ തന്നെ എന്തുണ്ട്, നോർത്ത് ഉണ്ട്. ആ നോർത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് NM എന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിന് ഒരു സൗത്ത് പോളും ഒരു നോർത്ത് പോളും ഉണ്ട്. സൗത്ത് പോൾ കിടക്കുന്നത് സൗത്ത് പോൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആക്സിസ് ഓഫ് റൊട്ടേഷനും മാഗ്നറ്റ് കിടക്കുന്നതും തമ്മിൽ ചെറിയൊരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ ഏകദേശം 11 ഡിഗ്രിയാണ്. കുറച്ചും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 11.3 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ കിടക്കുന്നത് 11.3 ഡിഗ്രിയിലാണ് ഇവർ തമ്മിൽ ചെരിവ്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഒരു എർത്ത് മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ ഒരു മാഗ്നറ്റിസം എർത്ത് കാണിക്കുന്നുണ്ടല്ലോ. അതിന് കാരണം എന്താണ്? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയാണ്. കാരണം ഹൈ ടെമ്പറേച്ചറാണ്. എർത്തിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഹൈ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ദ്രാവകങ്ങളൊക്കെ തന്നെ, അതിലുള്ള മെറ്റീരിയൽസ് ഒക്കെ തന്നെ ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലൂയിഡിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ ചാർജ് പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൊട്ടേഷൻ കൊണ്ടാണ് എർത്ത് ഒരു മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. പല കാരണങ്ങളും പറയുന്നുണ്ട്. അതിലൊരു കാരണമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ എർത്തിന്റെ റൊട്ടേഷൻ കൊണ്ടാണ് അവിടെ ഒരു കറണ്ട്, എർത്തിന്റെ ഉള്ളിൽ ഇന്നർ കോറിൽ ഒരു കറണ്ട് ഉണ്ടാവുന്നു. ആ ഇന്നർ കോറിൽ കറണ്ട് കൊണ്ടാണ് എർത്ത് ഒരു മാഗ്നറ്റ് ആവുന്നത്. അപ്പോൾ യഥാർത്ഥ വലിയൊരു മാഗ്നറ്റാണ്. ആ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നു, നോർത്ത് പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പരിചയമുള്ളത് എർത്തിന്റെ മാഗ്നറ്റ് ഫീൽഡ് നമുക്ക് പരിചയമുള്ളതൊക്കെ തന്നെ സാധാരണ നമ്മുടെ കയ്യിലുള്ള ബാർ മാഗ്നറ്റാണ്. അപ്പോൾ ഞാനിവിടെ ബാർ മാഗ്നറ്റാണ് വരയ്ക്കുന്നത്. അതിൻ്റെ അതേ ഡയറക്ഷനിൽ ഞാൻ വരയ്ക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൗത്ത് പോളിൽ നമുക്ക് പരിചയമുള്ള മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് കിടക്കുന്നത്. അതുമാതിരി ഈ നോർത്ത് ഇവിടെ കാണിക്കുന്ന നോർത്തിൽ യഥാർത്ഥത്തിൽ സൗത്ത് പോളാണ്. സിമിലറാണ്. അതായത് നമ്മളിവിടെ യഥാർത്ഥത്തിൽ സൗത്ത് പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോളിന്റെ പ്രോപ്പർട്ടിയാണ് കാണിക്കുക. അപ്പം നോർത്ത് പോളിന്റെ പ്രത്യേകത എന്താണ്? നോർത്ത് പോളിൽ നിന്നാണ് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുക. അപ്പം ഞാൻ ഫീൽഡ് കാണിക്കുന്നത് നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ വരുന്നതായിട്ടാണ് കാണുക. അപ്പം ഇവിടെ ഈ നോർത്തിന് തുല്യമായിട്ടുള്ള പോയിന്റാണ് എവിടെ SM എന്ന് പറയുന്നത്. SM എന്ന് ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് സൗത്ത്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോളും എർത്തിന്റെ SM എന്ന് പറയുന്നത് എന്താ, മാഗ്നറ്റിക് സൗത്തും തുല്യമാണ്. അതേപോലെ എന്താണ്, ബാർ മാഗ്നറ്റിന്റെ സൗത്തും എർത്തിന്റെ NM എന്ന് പറയുന്നത് എന്താ, മാഗ്നറ്റിക് നോർത്തും സിമിലർ ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ സൗത്ത് പോളിൽ നമുക്കറിയാം ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്നാണ് ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കേസിൽ എവിടെ നിന്നാണ് വരിക? സൗത്തിൽ നിന്നാണ് ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്യുക. കാരണം എന്താണ്, നോർത്തും സൗത്ത് ബാർ മാഗ്നറ്റ് ആണ്, ഇതെന്താണ്, എർത്താണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഒരു കാര്യം വെച്ചാൽ ഒരു പോയിന്റ് ഓർത്ത്, ഈ പോയിന്റ് എന്താണ്, ബാറിന്റെ നോർത്ത് പോൾ എന്ത് പ്രോപ്പർട്ടിയാണ് കാണിക്കുക, എന്ത് സ്വഭാവമാണ് കാണിക്കുക? അതിന് തുല്യമായ സ്വഭാവമാണ് ആര് കാണിക്കുന്നത്? എർത്തിന്റെ സൗത്ത് പോൾ കാണിക്കുക. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് ഇനി ഫീൽഡ് വരയ്ക്കാൻ പോകുന്നത്. ആ ഫീൽഡ് വരയ്ക്കുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഇവിടെ നോർത്തിൽ നിന്നാണ് ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നിന്നാണ്. കാരണം നോർത്തിന് ഈക്വലന്റ് ആയിട്ട് കിടക്കുന്നത് സൗത്താണ്, മാഗ്നറ്റിക് സൗത്താണ്. അപ്പം മാഗ്നറ്റിക് സൗത്തിൽ നിന്ന് ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്യുന്ന ചിത്രമാണ് ഞാൻ കാണിക്കുന്നത്. അതേമാതിരി തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ വന്ന് അവസാനിച്ചു.
അപ്പോൾ ഏരോ മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സൗത്തിൽ നിന്ന് തുടങ്ങി മാഗ്നറ്റിക് നോർത്ത്. മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ സൗത്ത് പോൾ, നമ്മൾ ബാർ മാഗ്നറ്റിന്റെ സൗത്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൗത്തിന് തുല്യമായ സ്ഥലമാണ്. അപ്പോൾ വർത്തമാനത്തിൽ നമ്മൾ മാഗ്നറ്റിക് സൗത്ത്, മാഗ്നറ്റിക് നോർത്ത് എന്ന വാക്കാണ് പറയുക. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് സൗത്ത് എന്ന് പറഞ്ഞാൽ ഉടനടി നോർത്ത് എന്ന് മനസ്സിലാക്കണം. നമുക്ക് പരിചയമുള്ള മാഗ്നറ്റ്, ബാർ മാഗ്നറ്റിന്റെ അത് നോർത്ത് പോളാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ സൗത്തിൽ നിന്ന്, സൗത്ത് എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കലായി സൗത്തിൽ നിന്നാണ് ഫീൽഡ് ഒറിജിനേറ്റ് ചെയ്ത് കറങ്ങി നോർത്ത് പോളിൽ അവസാനിക്കുന്നു. പിന്നെ ഭൂമിയിനുള്ളിൽ കൂടെ എന്ത് സംഭവിക്കുന്നു? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ ഈ എർത്തിന് ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എർത്ത് എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് മാഗ്നറ്റാണ്. അപ്പോൾ എർത്തിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഏകദേശം ഇന്ത്യയുടെ പൊസിഷൻ നമുക്ക് നോക്കിയറിയാൻ പറ്റും. ഇവിടെയാണ് ഇപ്പോൾ ഇന്ത്യ കിടക്കുന്ന പൊസിഷൻ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും. ഇവിടെയാണ് ഇന്ത്യ കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യ അവർ മറ്റു രാജ്യങ്ങളൊക്കെ കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ രാജ്യത്തിൻ്റെ മേലെ കൂടെയും അതിൻ്റെ എന്തോ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.